ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുജാതയുടെ മകൾ ഗീതയും മോളും ഓട്ടോയിൽ വീട്ടിലേക്ക് വരികയാണ്. സന്തോഷത്തോടുകൂടി മോളെ എന്ന് വിളിച്ച് അവരുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് ശാരദ. പുറത്തേക്ക് ഇറങ്ങി വന്ന ഗംഗയും കാവേരിയും പുഞ്ചിരിച്ച് അവരെ നോക്കുന്നു. ഗീതയുടെയും മോളുടെ അരികിലേക്ക് വന്ന ശാരദ പറയുന്നു, മോളെ മോളെ ഇങ്ങ് വന്നേ. അങ്ങനെ മോളുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് ശാരദ. ഗീത പറയുന്നു, മോൾ എന്റെ അടുത്ത് നിന്നോളും, നിങ്ങൾ ആ ഓട്ടോയുടെ കാശ് കൊടുത്തേക്ക്. അങ്ങനെ ഗീത അകത്തേക്ക് പോകുമ്പോൾ ഓട്ടോ ഡ്രൈവർ പറയുന്നു, എന്റെ കാശ് ഇങ്ങ് തന്നേക്ക്. ശാരദ ചോദിക്കുന്നു, എത്ര രൂപയാ? 800 എന്ന് ഓട്ടോ ഡ്രൈവർ പറയുമ്പോൾ ശാരദ ഉറക്കെ പറയുന്നു, മോളെ 800 ഗീത പറയുകയാണ്, അതങ്ങ് കൊടുത്തേക്ക്. പുറത്തേക്ക് ഇറങ്ങി വന്ന സുജാത ചോദിക്കാണ്, അതിനുള്ള വകുപ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്ന് കിടക്കുമായിരുന്നോടി. ഇതങ്ങ് കൊടുത്തേക്കെന്ന് പറഞ്ഞ സുജാത ശാരദയുടെ കയ്യിലേക്ക് കാശ് കൊടുക്കുകയാണ്. ശാരദ ആ ക്യാഷ് ഡ്രൈവറുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സുജാതയുടെ പിന്നാലെ പോകുന്നു. ഗീത പറയുകയാണ്, ആഹാ എല്ലാവരും ഉണ്ടല്ലോ, ഇതിനാ സകുടുംബം ശാരദ എന്ന് പറയുന്നത്. അമ്മാവൻ മരിച്ചിട്ടും ഓരോരുത്തർക്കും 5-10 കിലോ വെച്ച് കൂടിയിട്ടുണ്ടല്ലോ അമ്മേ. സുഖ ജീവിതമാണെന്ന് തോന്നുന്നു. സുജാത പറയുകയാണ്, വെച്ചു കൊടുക്കാൻ ഇവിടെ നമ്മളൊക്കെ ഉണ്ടല്ലോ, നീ വാ. പിന്നെ ആ പെട്ടിയൊക്കെ ഇങ്ങ് എടുത്തു വെച്ചു. അങ്ങനെ ഗീതയും മോളെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സുജാത. കാവേരി ദേഷ്യത്തോടുകൂടി ഗംഗയെ നോക്കുമ്പോൾ ശാരദ പറയുന്നു, വാ. അങ്ങനെ കാവേരിയും ഗംഗയും കൂട്ടി ഓട്ടോയിൽ നിന്നും പെട്ടി എടുക്കാനായി പോവുകയാണ് ശാരദ. സുജാത ചോദിക്കുന്നു, 800 രൂപ തന്നെ ആയതാണോടി? ഗീത പറയുകയാണ്, പിന്നെ ഞാൻ അവിടുന്ന് ഓട്ടോ പിടിച്ചു വരികയല്ലേ അമ്മേ. ഇത് കേട്ട് സുജാത പറയുന്നു, അടുത്തുള്ള കവലേന്ന് ഓട്ടോ പിടിച്ചോണ്ട് വന്നിട്ട് 800 രൂപ മേടിക്കുന്നവരാ നിന്റെ ദാസേട്ടനും സ്വർണ്ണമ്മയൊക്കെ. ഗീത പറയുന്നു, അമ്മയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുമോ അമ്മേ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നറിഞ്ഞപ്പോൾ എന്ത് സന്തോഷത്തോടെയാണെന്നറിയോ സ്വർണ്ണമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഒപ്പം കൂടെ വരണമെന്ന് ഒരു ചോദ്യവും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്റെ ഇടത്തെ കൈയിലെ ചെറു വിരലുകൊണ്ട് പരിഹരിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂന്ന്. ഓട്ടോയിൽ നിന്നും ശാരദയും കാവേരിയും ഗംഗയും പെട്ടി ഇറക്കുന്നത് കണ്ട് കോളേജിൽ നിന്നും അവിടെ കൂടി വന്ന യമന ചോദിക്കുന്നു, അമ്മേ ഇതെവിടെ പോവാ? കാവേരി പറയുന്നു, ഗീതേച്ചി വന്നതാ. ഗീത ചോദിക്കുന്നു, ഇവളൊക്കെ എവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാമേ? സുജാത പറയുകയാണ്, എന്നോടൊന്നും പറയാറില്ല, പുറത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഗീത പറയുകയാണ്, അതൊക്കെ തന്നെ ഇവിടുത്തെ പ്രശ്നം, നാഥനില്ലായ്മ. നമ്മൾ അധ്വാനിച്ച് ഒരു വീട് നടത്തിക്കൊണ്ട് വരികയാണെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരെല്ലാം നമുക്ക് കടപ്പെട്ടവരല്ലേ. നമ്മുടെ പണം കൊണ്ട് അവർ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അവരെവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോ തിരിച്ചു വരും, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇങ്ങനെ തുടക്കത്തിലെ കയറൂരി വിട്ടാല് അമ്മയുടെ നെഞ്ചത്ത് കയറിയിരുന്ന് അവര് പാഞ്ചാലിമേളം കൂട്ടും. അമ്മ വിഷമിക്കേണ്ട, ഇപ്പൊ ഞാൻ വന്നില്ലേ, എല്ലാ കാര്യത്തിലും ഒരു ഡിസിപ്ലിൻ ഞാൻ ഉണ്ടാക്കി തരാം. ചില സമയത്ത് ഈ വീട്ടിലെ മോട്ടോർ കേടാകും, വാഷിംഗ് മെഷീൻ റിപ്പയർ ആകും, കറണ്ട് പോയി നോക്കിയിരിക്കും. അമ്മയെന്ന് കണ്ണടച്ച് നിന്നേക്കണം. തുടർന്ന് ശാരദയും രാധമ്മയും ഗംഗയും കാവേരി യമനയും വിഷമത്തോടുകൂടി ഇരിക്കുകയാണ്. ശാരദ ചോദിക്കുന്നു, അന്ന് അച്ഛനൊരു തോട്ടം വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇത് കേട്ട് കാവേരി പറയുകയാണ്, ഗംഗേച്ചിയുടെ നിശ്ചയം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ നടത്താമെന്നല്ലേ അച്ഛൻ പറഞ്ഞിരുന്നത്. ഇത് കേട്ട് ശാരദ പറയുന്നു, നിശ്ചയം കഴിഞ്ഞില്ലല്ലോ, അതുപോലെ രജിസ്ട്രേഷനും നടത്തണ്ട. അപ്പൊ ഗംഗ ചോദിക്കുകയാണ്, അപ്പോ പകരം പണം തിരികെ വാങ്ങണമെന്നാണോ അമ്മ പറയുന്നത്? ശാരദ പറയുന്നു, തോട്ടം വാങ്ങുന്നതൊന്നും അല്ലല്ലോ ഇപ്പൊ പ്രധാനം. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ അച്ഛൻ ആ തോട്ടത്തിലാണ് മുടക്കിയിരിക്കുന്നത്. അത് തിരിച്ചു കിട്ടിയാൽ നമുക്ക് ആ വീടിന്റെ കടം തീർക്കാം. കാവേരി ചോദിക്കുന്നു, അച്ഛൻ ആ തോട്ടത്തിന് എത്ര രൂപയമ്മ കൊടുത്തിരിക്കുന്നത്? അപ്പൊ ശാരദ പറയുകയാണ്, ഓ അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ മോളെ, ജയപാലേട്ടനല്ലേ അറിയാൻ പറ്റുകയുള്ളൂ. രാധമ്മ ചോദിക്കുന്നു, ആ തോട്ടം എത്ര ഏക്കർ ഉണ്ടെന്നാ പറഞ്ഞത്? ശാരദ പറയുകയാണ്, 5 ഏക്കറാണെന്ന്. രാധമ്മ പറയുന്നു, അപ്പൊ മോശമല്ലാത്ത ഒരു സംഖ്യ വരും. അങ്ങനെ ഒരു നീക്കിയിരിപ്പുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് ഈ പിശാചിന്റെ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടുക പ്രധാനം. യമന പറയുന്നു, അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച തോട്ടമാണമ്മേ. തോട്ടത്തിന്റെ നടുവിൽ ഒരു വീട് വെച്ച് താമസിക്കണമെന്നും എല്ലാവരും ഓരോ ഓണത്തിനും അവിടെ ഒത്തുകൂടണമെന്നും ഒക്കെ അച്ഛൻ പറഞ്ഞതാ. ഗംഗ ചോദിക്കുന്നു, അച്ഛൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടി വീട് വെക്കുന്നതും ഒന്നിച്ചു കൂടുന്നതും ഒക്കെ? ശാരദ പറയുന്നു, ജയപാലങ്ങളോട് പറഞ്ഞ എത്രയും പെട്ടെന്ന് ആ പണം തിരിച്ചു വാങ്ങിക്കണം, വൈകിപ്പിക്കണ്ട. ഇത് കേട്ട് കാവേരി പറയുകയാണ്, വൈകിപ്പിക്കുന്നില്ല ഗംഗേച്ചി, വാ പോയിട്ട് വരാന്ന് പറഞ്ഞ് കാവേരി ഗംഗയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. കണ്ണു നിറഞ്ഞ ശാരദയെ ഓർക്കുന്നു അരവിന്ദൻ ആ തോട്ടം ശാരദയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞത്. തോളിൽ കൈവച്ച് രാധമ്മ പറയുന്നു, വിഷമിക്കേണ്ട മോളെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ അവസ്ഥയിൽ നിന്നും കരകയറ്റാൻ ഒരു രക്ഷകൻ, അവന്റെ വരവിന് സമയമായി. ശാരദ കരഞ്ഞുകൊണ്ട് രാധമ്മയുടെ നെഞ്ചിലേക്ക് ചായുകയാണ്. വിഷമത്തോടുകൂടി ശാരദയെ ചേർത്ത് പിടിച്ച് തലോടുകയാണ് രാധമ്മ. പിന്നീട് കാണിക്കുന്നത് ഗൗരി ശങ്കരം എന്ന നരേന്റെ വീടാണ്. അവിടേക്ക് ജീപ്പിൽ പോലീസുകാർ വരികയും പുറത്തു നിൽക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യുകയുമാണ്. ഒരു ഫംഗ്ഷൻ അലങ്കോലമായതുപോലെ പന്തലിലുള്ള കസേരകളും മറ്റു സാധനങ്ങളും എല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നു, പോലീസിനെ ഒന്നും വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചെറിയച്ചൻ പറയുകയാണ്, പിന്നെ വിളിക്കാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരുത്തരം പറയും? ഇതിനൊക്കെ ഒരു തെളിവുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാ. ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ എസ് ഐ അകത്തേക്ക് കയറി വരികയാണ്. മുത്തശ്ശൻ പറയുന്നു, ഗുഡ് മോർണിംഗ്, നോട്ട് സോ ഗുഡ്. എസ് ഐ പറയുകയാണ്, ടൗണിലെ നോർത്ത് എസ് ഐ അലക്സ് ചന്ദ്രൻ. മുത്തശ്ശൻ പറയുന്നു, പുതിയ ആളായിരിക്കും, അവിടെയുള്ള ഒട്ടുമിക്കവരെയും എനിക്കറിയാം. എസ് ഐ പറയുന്നു, കുറ്റ്യാടിയിലായിരുന്നു, കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫർ ആയി എത്തിയതേ ഉള്ളൂ. സാറിന്റെ ഫാമിലി ഹിസ്റ്ററിയും ബിസിനസ് വെഞ്ചേഴ്സും ഒക്കെ രാജഗോപാൽ
സാറ് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ശിവരാജൻ പറയുന്നു, അല്ല ഞാനാ പോലീസിനെ വിളിച്ചത്. ഇതാരാന്ന് എസ് ഐ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, എന്റെ ഇളയ മകൾ ഗായത്രിയുടെ ഹസ്ബൻഡ് ശിവരാജൻ. എസ് ഐ ചോദിക്കുന്നു, മുറിയിലുള്ളത് മൂത്ത മകളുടെ മകനാണല്ലേ? അതേന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ശിവരാജൻ പറയുകയാണ്, മൂത്ത മകൾ ഗൗരിയും ഹസ്ബൻഡ് ശങ്കർദാസും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഇപ്പൊ ഇവിടുത്തെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത് ഞാനാ. എസ് ഐ ചോദിക്കുന്നു, റൂം ലോക്ക് ചെയ്തിട്ട് ഇപ്പൊ എത്ര സമയമായി? മുത്തശ്ശി പറയുകയാണ്, സമയമോ? ദിവസങ്ങളായി. എസ് ഐ ചോദിക്കുന്നു, ദിവസങ്ങളോ? അപ്പോ ഭക്ഷണം? മുത്തശ്ശൻ പറയുകയാണ്, അലക്സ് സാറിന് എന്റെ ചെറുമകൻ നരേനെ അറിയാതിട്ടാണ്. സാധാരണ മനുഷ്യരെ പോലെയല്ല അവൻ. ഏത് സമയത്തും എന്തും ചെയ്യും. ഈ സമയം മുകളിലത്തെ റൂമിൽ നിന്നും വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. പോലീസുകാരും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ടെൻഷനോടുകൂടി അകത്തേക്ക് ഓടിപ്പോകുമ്പോൾ ശിവരാജൻ മനസ്സിൽ പറയുകയാണ്, കഴിഞ്ഞുവെന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് ഉള്ളത് നന്നായി. ബാക്കി നടപടിയെല്ലാം പെട്ടെന്ന് അങ്ങ് തീർന്നോളും. വാതിലിൽ തട്ടി ഭയത്തോടുകൂടി ഗായത്രി പറയുന്നു, വാതിൽ തുറക്ക് മോനെ. പോലീസുകാർ അവിടേക്ക് വരുമ്പോൾ ഗായത്രി പറയുകയാണ്, സർ അവിടെ കമൾ എന്ന് പറഞ്ഞ് എസ് ഐ കോൺസ്റ്റബിൾസിനെയും കൂട്ടി വാതിലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ഭയത്തോടുകൂടി അവിടെ കൂടി വരുന്നു. മുത്തശ്ശൻ ചോദിക്കുന്നു, എന്തായി മോളെ? നെഞ്ചിൽ കൈവച്ച് ഭയത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ഗായത്രി പറയുന്നു, അവിടെ എസ് ഐ വാതിൽ തുറക്കാനായി ശ്രമിക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നു, തേക്കിന്റെ വാതിലാണ് സാറേ, എളുപ്പമൊന്നും പൊളിയില്ല. മുത്തശ്ശി പൊട്ടിക്കരയുമ്പോൾ വിഷമത്തോടുകൂടി മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുകയാണ് മുത്തശ്ശൻ. മുത്തശ്ശി ക്ഷീണത്തോടുകൂടി വീഴാനായി തുടങ്ങുമ്പോൾ താങ്ങി പിടിച്ച മുത്തശ്ശൻ പറയുന്നു, അംബികെ. അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിയെ സോഫയിലേക്ക് ഇരുത്തുകയാണ്. മുകളിലേക്ക് കയറുമെന്ന ശിവരാജൻ ഗായത്രിയോട് ചോദിക്കുന്നു, നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കരയാൻ മാത്രം ഇവിടെ എന്താടി ഉണ്ടായത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഗായത്രി ശിവേട്ടാന്ന് വിളിക്കുമ്പോൾ ശിവൻ പറയുന്നു, എടി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അവൻ നിന്റെ സ്വന്തം മോനൊന്നും അല്ലല്ലോ, നിന്റെ ചേച്ചിയുടെ മോനല്ലേ. പിന്നെ ഇപ്പൊ സംഭവിക്കുന്നതൊക്കെ എനിക്ക് നിനക്കും നല്ലതിനാണെന്ന് കരുതിയാ മതി, കേട്ടോടി. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ശിവരാജനെ ഒന്ന് നോക്കിയിട്ട് പോലീസുകാരെയും മുത്തശ്ശനെയും മുത്തശ്ശിയും നോക്കുകയാണ് ഗായത്രി. എസ് ഐ നരേന്റെ റൂമിന്റെ വാതില് ചവിട്ടി തുറക്കുകയാണ്. പെട്ടെന്ന് വാതിലിന്റെ മറവിൽ നിന്ന് തോക്ക് ചൂണ്ടുകയാണ് നരേൻ. എസ് ഐ ഞെട്ടി നിൽക്കുമ്പോൾ നരേൻ ഷൂട്ട് ചെയ്യുകയാണ് പുറത്തേക്ക്. ചുവരിലിരിക്കുന്ന ശിവരാജന്റെയും ഗായത്രിയുടെയും വിവാഹ ഫോട്ടോ താഴേക്ക് വീണ് പൊട്ടുന്നു. തോക്ക് ചൂണ്ടിക്കൊണ്ട് എല്ലാവരുടെയും മുന്നിലേക്ക് വരികയാണ് നരേൻ. കരഞ്ഞോണ്ട് മുത്തശ്ശി മോനെന്ന് വിളിക്കുമ്പോൾ എല്ലാവരും ഭയത്തോടുകൂടി നിൽക്കുകയാണ്. നരേന്റെ തോക്കിന്റെ മുമ്പിൽ നിൽക്കുന്ന എസ് ഐ ഭയത്തോടുകൂടി കൈ നീട്ടിക്കൊണ്ട് പറയുന്നു, ഹാൻഡ് ഓവർ ദ ഗൺ. നരേൻ പറയുകയാണ്, സ്റ്റെപ്പ് ബാക്ക്, ദിസ് ഇസ് മൈ ഗൺ ആൻഡ് മൈ സ്പേസ്. തോക്ക് തരാനാ പറഞ്ഞതെന്ന് എസ് ഐ പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി ഉറക്കെ നരേൻ പറയുന്നു, സ്റ്റെപ്പ് ബാക്ക്, ഞാൻ ഷൂട്ട് ചെയ്യും, മാറ്. മുത്തശ്ശി ഭയത്തോടുകൂടി ഉറക്കെ മോനെന്ന് വിളിക്കുകയാണ്. നരേൻ പറയുന്നു, എന്തെങ്കിലും അനീതിക്കോ അക്രമത്തിനോ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഒരു കാക്കിയിട്ടവന്റെ മുമ്പിലും കൈനീട്ടി നിന്നിട്ടില്ല ശങ്കർദാസിന്റെ മകൻ നരേൻ. ഇതുവരെ കടം തീർത്തതും കട ഉണ്ടാക്കിയതുമെല്ലാം ഈ കൈകൊണ്ട് തന്നെയാ. അതുകൊണ്ട് ഇപ്പൊ എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് കണക്ക് പറയാൻ മൂന്നാമതൊരാളുടെ ഇടപെടൽ വേണ്ട. കണ്ടുപിടിച്ചിരിക്കും. അതിനിടയിൽ ക്രമസമാധാനത്തിന്റെ ചട്ടക്കൂടുമായിട്ട് ഒരുത്തരും കയറി വരണ്ട. ഇത് നരിയുടെ ഏരിയ, നരിമട. അങ്ങനെ ദേഷ്യത്തോടുകൂടി ആ എസ് ഐയെ ഒന്ന് നോക്കിയിട്ട് വാതിലടക്കുകയാണ് നരേൻ. എസ് ഐ ഒന്ന് ആലോചിച്ച് വാതിൽ തുറക്കാനായി ശ്രമിക്കുമ്പോൾ തടകിയോട് മുത്തശ്ശൻ പറയുന്നു, സർ പ്ലീസ് ഒന്നും വേണ്ട. മുത്തശ്ശി കൈകൂപ്പി കണ്ണു നിറങ്ങി നിൽക്കുകയാണ്. എസ് ഐ ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ശിവരാജൻ ദേഷ്യത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന എസ് ഐയോട് മുത്തശ്ശൻ പറയുന്നു, കേസ് ഒഴിവാക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ കാരണം സാറിന് മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ നരേൻ. എസ് ഐ ചോദിക്കുന്നു, ആ പെൺകുട്ടി പോയിട്ടിപ്പോൾ എത്ര നാളായി? മുത്തശ്ശൻ പറയുകയാണ്, സാറ് കണ്ടില്ലേ കല്യാണത്തിന്റെ പന്തലും ഒരുക്കങ്ങളും ഒക്കെ. എസ് ഐ പറയുകയാണ്, സോ കല്യാണ തലേന്നാണ് നിങ്ങൾക്ക് ഈ ന്യൂസ് കിട്ടുന്നത്. മുത്തശ്ശൻ പറയുകയാണ്, അവള് പോയതിനു ശേഷം എല്ലാം മാറി. ഞങ്ങളുടെ നരേനെ ഒരുപക്ഷെ ഒരിക്കലും വീണ്ടെടുക്കാനാകാത്ത വിധം. എസ് ഐ ചോദിക്കുന്നു, എന്നാലും ആ പെൺകുട്ടി ഇപ്പം എവിടെയായിരിക്കും? മുത്തശ്ശൻ പറയുകയാണ്, എവിടെയാണേലും ഞങ്ങളുടെ നരേൻ തന്നെ അവളെ കണ്ടുപിടിച്ചിരിക്കും. അവളുടെ വിധി തീരുമാനിക്കുന്നതും അവൻ തന്നെ ആയിരിക്കും. അങ്ങനെ ദേഷ്യത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് മുത്തശ്ശൻ. തുടർന്ന് പാവക്കുട്ടിയും പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതയുടെ മകൾ പൊന്നു. സന്തോഷത്തോടുകൂടി അരികിലേക്ക് വന്ന നിള ചോദിക്കുന്നു, പൊന്നു കളിക്കാൻ എന്നെ കൂടി കൂട്ടുമോ? ഇത് ഏതായി പാവ? നല്ല രസമുണ്ടല്ലോ, പുതിയതാ? അങ്ങനെ നിള പാവയെ വാങ്ങിച്ചു നോക്കുകയാണ്. എന്റെ പാവ എന്ന് പറഞ്ഞ ഉറക്ക കരയുകയാണ് പൊന്നു. നിള ചോദിക്കുന്നു, എന്താ പറ്റിയേ? അരികിലേക്ക് വന്ന ഗീത ചോദിക്കുന്നു, എന്താ പറ്റിയത് മോളെ, കാര്യം പറ. പാവക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊന്നു പറയുന്നു, എന്റെ ചിന്നു. നിളയൊന്ന് നോക്കിയിട്ട് ഗീത ചോദിക്കാണ്, മോളുടെ ചിന്നുവിനെ അവള് പിടിച്ചു പറിച്ചോ? നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നേരി കൊച്ചിനെ കരയിപ്പിക്കാൻ? പാവ വെച്ച് കളിക്കേണ്ട പ്രായമാ നിനക്ക്. നിള പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഗീത ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയാടി ആ പാവ നിന്റെ കയ്യിലിരിക്കുന്നത്? കണ്ണി നോക്കി കള്ളം പറയുന്നു. നിള പറയുകയാണ്, പാവ ഞാൻ പിടിച്ചു പറിച്ചതല്ല ഗീതേച്ചി. ഇത് കേട്ട് ഗീത പറയുകയാണ്, ഞാൻ നിന്നെ തൊട്ടില്ലല്ലോ. അതിനു മുന്നേ പൂങ്കണ്ണീരോ? അവിടേക്ക് വന്ന സുജാത ചോദിക്കുന്നു, എന്താ കുഞ്ഞിനെ എന്തിനാ കരയിക്കുന്നത്? ആഹാ ഇങ്ങി തന്നെ. അങ്ങനെ പാവക്കുട്ടിയെ നിളയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിച്ച് സുജാത ചോദിക്കുന്നു, നീ കൊച്ചിനെ കരയിക്കുവാ? നീള കണ്ണു നിറങ്ങി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ ഗീത പറയുകയാണ്, നീ അവിടെ നിൽക്ക്, നിന്നോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഈ പ്രായത്തില് ഇത്രയും കള്ളത്തരം പാടില്ല. സത്യം പറയടി, നീ എന്തിനാ കുഞ്ഞിന്റെ പാവ തട്ടിപ്പറിച്ചത്? നിള പറയുന്നു, ഞാൻ തട്ടിപ്പറിച്ചില്ല ഗീതേച്ചി. അടിക്കാൻ ഓങ്ങിക്കൊണ്ട് ഗീത ചോദിക്കാണ്, പിന്നെ നീ കള്ളം പറയുന്നോ? അവിടേക്ക് വന്ന വിനീത് ചോദിക്കുന്നു,
എന്താ എന്താ അവിടെ എന്തിനാ നിളമോളെ വഴക്ക് പറയുന്നത്? സുജാത പറയുകയാണ്, ഓ വന്നല്ലോ രക്ഷകൻ. ഉടനെ ഗീത പറയുകയാണ്, അത് പൊന്നൂനോട് അവള് വഴക്കിട്ടു, പിന്നെ വഴക്ക് പറയാതെ എടുത്ത് പുന്നാരിക്കുകയാ വേണ്ടത്. വിനീത് പറയുകയാണ്, ചേച്ചി കുഞ്ഞുങ്ങളല്ലേ, അവര് കളിച്ചതാകും. ഇത് കേട്ട് ഗീത ചോദിക്കാണ്, ഇവളാ കുഞ്ഞ്? പാവ വെച്ച് കളിക്കേണ്ട പ്രായമാണോ ഇവൾക്ക്? മനഃപൂർവ്വം കൊച്ചിനായിട്ട് കരയിപ്പിക്കാനായിട്ട് നിളയുടെ കണ്ണീര് തുടച്ചുകൊണ്ട് വിനീത് പറയുകയാണ്, മോള് വന്നേ, കരയണ്ട. സുജാത പറയുകയാണ്, ഓ ഇത്രയും നേരം ഈ കുഞ്ഞ് ഇവിടെ കിടന്ന് തൊള്ള കീറി കരങ്ങിട്ട് അവൻ കേട്ടില്ല. അവളോടൊരു കാര്യം ചോദിക്കാൻ വാ തുറന്നതേ ഉള്ളൂ, അതവന്റെ ചെവിയിലെത്തി. കഷ്ടം, വാ മോളെ എന്ന് പറഞ്ഞ് നിളയും ചേർത്ത് പിടിച്ച വിനീത് അവിടെ നിന്ന് പോവുകയാണ്. സുജാത പറയുകയാണ്, ഇതിനൊക്കെ എന്താ പറയേണ്ടത്? മോള് വാ മോളെ, മോള് പോയി കളിച്ചോ കേട്ടോ. അങ്ങനെ പൊന്നുവിന്റെ കയ്യിലേക്ക് പാവ കൊടുക്കുകയാണ് സുജാത. പാവയുമായി പൊന്നു അവിടെ നിന്ന് പോകുമ്പോൾ ഗീത ചോദിക്കുന്നു, ഇവൻ എങ്ങനെയമ്മ ഇങ്ങനെയായത്? സുജാത പറയുകയാണ്, ഇതാണ് ഇവിടെ നടക്കുന്ന കൂത്ത്. ഗീത പറയുന്നു, അമ്മയെ കൊണ്ട് ചുണയില്ലാഞ്ഞിട്ടാ. ദാസേട്ടന്റെ അമ്മയോ സ്വർണ്ണമ്മയോ മറ്റോ ആയിരിക്കണം. കുറ്റിയും പറിച്ച് ഇവിടുന്ന് എല്ലാ എണ്ണം ഓടിയനെ. അമ്മയോട് കോള് വന്നപ്പോൾ ഞാൻ സ്വർണ്ണമ്മയോട് കാര്യം പറഞ്ഞു. സ്വർണ്ണമ്മ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ. ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അവർക്കൊരു പ്രത്യേകം എടുക്കാം. ഇത് കേട്ട് സുജാത പറയുകയാണ്, അപ്പനെയും അമ്മയും കയ്യോടെ എടുത്ത് റോഡിലേക്കിട്ട് സ്വത്ത് തട്ടിയെടുക്കുന്നതിലാകും കഴിവ്. ഗീത പറയുന്നു, അതിനൊരു വെടുക്കൊക്കെ വേണം. ഊറും വരിമണി കൂട്ടി വെക്കുന്നത് പോലെ സ്വരുക്കൂട്ടി വെച്ചതല്ലേ ഇതെല്ലാം. ഇപ്പൊ വെട്ടിക്കിളി പോലെ ഓരോ കൂട്ടര് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കയ്യിലിരിക്കുന്നത് കൂടി ആവിയായി പോകുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അതാ പറഞ്ഞത് സ്വർണ്ണമ്മ വന്നിവിടെ 3-4 ദിവസം നിൽക്കട്ടെ എന്ന്. സുജാത പറയുകയാണ്, എന്നിട്ട് വേണം അവരെന്നെയും കൂടി ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ. അപ്പൊ ഗീത പറയുകയാണ്, സ്വർണ്ണമ്മയ്ക്ക് ഇവിടെ ചില അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ പാതി ഓഹരി എന്റേതല്ലേ. അതിലൊരു നീക്കുപോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് സ്വർണ്ണമ്മ എപ്പോഴും പറയാറുണ്ട്. അക്കാര്യം സംസാരിക്കാൻ സ്വർണ്ണമ്മ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഇത് കേട്ട് തലയാട്ടി സുജാത പറയുന്നു, നമുക്കതൊക്കെ പതിയെ ആലോചിക്കാം. സ്വർണ്ണമ്മയോട് ഇപ്പൊ അവിടെയെങ്ങാനും മടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ ഞാൻ മതി. അങ്ങനെ സുജാത അകത്തേക്ക് പോകുമ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് ഗീത. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. അരവിന്ദൻ തോട്ടം വാങ്ങാനായി കൊടുത്ത പണം തിരിച്ചു വാങ്ങണമെന്ന് പറയാനായി ജയപാലിനെ കാണാനായി വരികയാണ് ഗംഗയും കാവേരിയും. തോട്ടത്തിലേക്ക് വരുമ്പോൾ ജയപാലൻ അവിടെ ഇല്ല എന്ന് ജയപാലിന്റെ ഡ്രൈവറും തോട്ടക്കാരനുമായ ചേട്ടൻ പറയുകയാണ്. അരവിന്ദന്റെ മരണത്തിന് കാരണക്കാരൻ ജയപാലനാണെന്ന് അറിയാവുന്ന ആ ചേട്ടൻ കാവേരിയോടും ഗംഗയോടും തോട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. കാവേരി സംശയത്തോടുകൂടി ആ ചേട്ടനുമായി സംസാരിക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായി വന്ന ജയപാലൻ ടെൻഷനോടുകൂടി അവരെ നോക്കുകയാണ്. ജയപാലനെ ഭയന്ന് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ ആ ചേട്ടന് കഴിയുന്നില്ല. അരവിന്ദൻ തോട്ടം വാങ്ങാനായി കൊടുത്ത പണം തിരിച്ചു വാങ്ങണമെന്ന് ജയപാലനെ കണ്ട് ഗംഗയും കാവേരിയും പറയുന്നു. ഒന്ന് ബദറി ജയപാലൻ പറയുകയാണ്, തോട്ടത്തിനുള്ള പണം അരവിന്ദൻ കൊടുത്തിട്ട് വേണ്ടേ. ഇത് കേട്ട് ഞെട്ടി സംശയത്തോടുകൂടി നിൽക്കുകയാണ് കാവേരിയും ഗംഗയും. തോട്ടം വാങ്ങാനായി കൊടുത്ത പണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഗംഗ അച്ഛൻ തന്റെ കല്യാണത്തിനായി വാങ്ങിച്ചു തന്ന ആഭരണങ്ങൾ വിറ്റ് വീട് തിരിച്ചെടുക്കാനായി തീരുമാനിക്കുകയാണ്. തുടർന്ന് യമുനയും നിളയും പുഴയുടെ അരികിൽ നിൽക്കുമ്പോൾ ബോധം കെട്ട് നിള താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് അരികിലേക്ക് ഓടി വന്ന് നിളയെ തട്ടി വിളിക്കുകയാണ് യമുന. നിള കണ്ണു തുറക്കുന്നില്ല. ഭയത്തോടുകൂടി നിളയും എടുത്തുകൊണ്ട് രക്ഷിക്കണേന്ന് പറഞ്ഞ് റോഡിലേക്ക് ഓടുകയാണ് യമുന. ഈ സമയം കാറിൽ ആ വഴി വരികയാണ് നരയൻ. നിളയും എടുത്തുകൊണ്ട് യമുന ഓടി വരുന്നത് കണ്ട് കാർ നിർത്തി അവരെ ശ്രദ്ധിക്കുകയാണ് നരയൻ. നിളയെ മടിയിലേക്ക് കിടത്തി കരഞ്ഞുകൊണ്ട് ചുറ്റും നോക്കുകയാണ് യമുന. നരയൻ അവരെ അരികിലേക്ക് വിളിക്കുമ്പോൾ നിളയും എടുത്തുകൊണ്ട് അരികിലേക്ക് ഓടി വരികയാണ് യമുന. നരയൻ അവരെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. തുടർന്ന് നിളയെയും യമുനയും നരയൻ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഹോസ്പിറ്റലിനകത്തേക്ക് ഓടി കയറി സ്ട്രക്ചർ കൊണ്ടുവരാൻ പറഞ്ഞ് നരയൻ കാറിന്റെ അരികിലേക്ക് വരുമ്പോൾ സ്ട്രക്ചറിൽ നിളയെ കടത്തി അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അറ്റൻഡറും സിസ്റ്റർമാരും. യമുന ഭയത്തോടുകൂടി നിളയുടെ ഒപ്പം പോകുന്നു. യമുനയോട് ഒരു വാക്കുപോലും പറയാതെ നരയൻ കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. ആ ധൃതിയുടെ ഇടയിൽ യമുനയും നരയനെ ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് കാറിൽ ബാങ്കിലേക്ക് വരികയാണ് നരയൻ. ഈ സമയം ബാങ്കിൽ സ്വർണം പണയം വെച്ച് വീട് തിരിച്ചെടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് കാവേരിയും ഗംഗയും ബാങ്കിലുണ്ട്. അകത്തേക്ക് കയറി വരുന്ന നരയൻ അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. അങ്ങോട്ടേക്ക് തിരികെ നിൽക്കുന്ന യമുനയുടെയും ഗംഗയുടെയും മുഖം നരയൻ വ്യക്തമായി കാണുന്നില്ല. സ്വർണം പണയം വെച്ച് പണം കൊടുത്തതിന് ശേഷം ഇന്ന് തന്നെ ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ് അവർ. ബാങ്കിലെ സ്റ്റാഫ് പറയുന്നു, ഞാൻ തരില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ ഒരു 2 ദിവസം. ഗംഗ പറയുകയാണ്, പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, 1 രൂപ കുറയാതെ പണം വാങ്ങിച്ചെടുത്തില്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന്. ഇന്ന് തന്നെ ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടണമെന്ന് ഗംഗയും കാവേരിയും ആവശ്യപ്പെടുകയാണ്. ഈ സമയം ബാങ്ക് മാനേജർ അവിടേക്ക് കയറി വരികയാണ്. ജയപാലന്റെ ആളാണ് ആ ബാങ്ക് മാനേജർ. നരയൻ ഗംഗയും കാവേരിയുമാണ് ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബാങ്ക് മാനേജർ നരയനോട് കാര്യം അന്വേഷിക്കുകയാണ്. നരയൻ വിശദമായി കാര്യങ്ങൾ മാനേജരോടും ചോദിക്കുന്നു. അവരുടെ അച്ഛനുണ്ടാക്കിയ വീട് ജപ്തിയായി പോയ കാര്യം മാനേജർ പറയുമ്പോൾ നരയൻ പറയുകയാണ്, ആ കുട്ടികൾ ഇന്ന് അവരുടെ അച്ഛനുണ്ടാക്കിയ വീട്ടിൽ തന്നെ കിടന്നുറങ്ങും. ഇനി ആരും അവരെ കൂടി ഒഴിപ്പിക്കാൻ അവിടെ ചെല്ലുകയില്ല. അങ്ങനെ നരയൻ അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ മാനേജർ പറയുകയാണ്, യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരല്ലേ, പിന്നെ എന്തിനാ ഈ കേസിൽ സാറിന് ഇത്ര ഇൻട്രസ്റ്റ്? കണ്ണു നിറഞ്ഞ നരയൻ പറയുന്നു, എനിക്ക് ഒരു അച്ഛനുണ്ടായി പോയി. പിന്നിൽ നിൽക്കുന്ന നരയനെ ശ്രദ്ധിക്കാതെ വീട് ഇന്ന് തന്നെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ആ
സ്റ്റാഫിനോട് സംസാരിക്കുകയാണ് ഗംഗയും കാവേരിയും. തിരിഞ്ഞു നോക്കാതെ നരേൻ അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അവിടേക്ക് വന്ന മാനേജർ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് ഇന്ന് തന്നെ ഇവർക്ക് വീട് തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് കാവേരിയും ഗംഗയും. അകത്തേക്ക് നടന്നു പോകുന്ന നരേനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാനേജർ പറയുന്നു, ആ സാറ് പറഞ്ഞതുകൊണ്ടാ നിങ്ങൾക്ക് ഇന്ന് തന്നെ വീട് തിരിച്ചു തരുന്നത്. ഇത് കേട്ട് കാവേരി തിരിഞ്ഞു നോക്കുകയാണ്. ഗംഗയും നരേനെ ശ്രദ്ധിക്കുന്നു. അവർ നരേന്റെ മുഖം വ്യക്തമായി കാണുന്നില്ല. കാവേരി ആകാംക്ഷയോടുകൂടി നരേന്റെ പിന്നാലെ ഓടി വരികയാണ്. നരേൻ ഒരു ക്യാബിനകത്തേക്ക് കയറാനായി തുടങ്ങുമ്പോൾ അരികിലേക്ക് ഓടി വന്ന കാവേരി നരേനുമായി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ കാവേരി ഒന്ന് നോക്കിയിട്ട് ക്യാബിനകത്തേക്ക് പോവുകയാണ് നരേൻ. കാവേരിക്കും കുടുംബത്തിനും രക്ഷകനായി നരേൻ എത്തിയിരിക്കുകയാണ്. ഇനിയും വൈകില്ല നരേൻ കാവേരി കൂടിക്കാഴ്ച. ആകാംക്ഷ നിറഞ്ഞ എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.